Hello friends, welcome to our channel. കഴിഞ്ഞ ക്ലാസ്സിൽ മെഷീൻ ലേണിംഗ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് അതുപോലെ എക്സാമ്പിൾസ് ഓഫ് മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എക്സാമ്പിൾസ് ഓഫ് മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസിൽ വരുന്ന ടോപ്പിക്കാണ് ലേണിംഗ് അസോസിയേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അസോസിയേഷൻ റൂൾ ലേണിംഗ്. അസോസിയേഷൻ റൂൾ ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് മെത്തേഡാണ്. എന്തിനാണ്? ഫോർ ഡിസ്കവറിംഗ് ഇൻട്രസ്റ്റിംഗ് റിലേഷൻസ് ബിറ്റ്വീൻ variable stored in large database. Okay, association rule learning is a machine learning method for discovering interesting relation called association rules between variables in large databases using some measures of interestingness. Database എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് ഡിസ്കവർ ചെയ്യാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? അസോസിയേഷൻ റൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ. ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റുകൾ മേടിക്കും. അത് പലരും പല പാറ്റേണിലാണ് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. If a customer buys onions and potatoes together, okay, and then he or she is likely to also buy hamburger. അതായത് ഇവിടെ ഒരു if then condition ആണ് ഈ അസോസിയേഷൻ റൂൾ എന്ന് പറയുമ്പോൾ വരുന്നത്. അതായത് കസ്റ്റമറിൽ എന്താ ഉള്ളത്? കസ്റ്റമർ എന്ന് പറയുന്ന ഒനിയനും അതുപോലെ ഒനിയൻസും പൊട്ടറ്റോസും മേടിച്ചിട്ടുണ്ട്. ഇനി ആൾക്ക് എന്ത് മേടിക്കണം? ഹാംബർഗർ മേടിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഇഫ് ആൻഡ് ദെൻ കണ്ടീഷൻ ആണ് അസോസിയേഷൻ റൂളിൽ വരുന്നത്. അതായത് ഇപ്പൊ തന്നെ എന്താണ്? അതായത് ഒനിയൻസും അതുപോലെ തന്നെ പൊട്ടറ്റോസും അതുപോലെ തന്നെ ബർഗറും ആയിട്ട് ഒരു അസോസിയേഷൻ വന്നു. This defines an association between the set of products onion, potato and the set burger. Okay. Then ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോം ഓഫ് എ റൂൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒനിയൻ, പൊട്ടറ്റോ, ദെൻ ബർഗർ. The measure of how likely a customer who has bought onion and potato to buy burger also is given by the conditional probability. അപ്പോൾ എങ്ങനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം? എന്താ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇഫ് ദെൻ കണ്ടീഷൻ ആലോചിക്കുക എപ്പോഴും. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിൽ എന്താ? ഒനിയൻ, പൊട്ടറ്റോ, അതായത് ഒരുമിച്ച് മേടിച്ചത്, ബൈ ടുഗദർ. പിന്നെ എന്താ? ബർഗർ, ഇനി മേടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി റെപ്രസെന്റ് ചെയ്തു. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0.8 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 80% ഓഫ് കസ്റ്റമേഴ്സ് ഹു ബൈ ഓനിയൻ ആൻഡ് പൊട്ടറ്റോ ഓൾസോ ബൈ ബർഗർ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഹൗ അസോസിയേഷൻ റൂൾസ് ആർ മെയ്ഡ് യൂസ് ഓഫ്. കൺസിഡർ ആൻ അസോസിയേഷൻ റൂൾ ഓഫ് ദി ഫോം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എക്സ് അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ദാറ്റ്സ് ഇഫ് പീപ്പിൾ ബൈ എക്സ് ദെൻ ദേ ആർ ഓൾസോ ലൈക്ലി ടു ബൈ വൈ. ഈ കണ്ടീഷനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ദർ ഇസ് എൻ കസ്റ്റമർ ഹു ബൈസ് എക്സ് and does not buy y.
അങ്ങനെയുള്ള കസ്റ്റമറിനെയാണ് എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ വൈ കസ്റ്റമർ. അതായത് എന്താണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് ഇപ്പോ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആള് മേടിച്ചിട്ടില്ല, പക്ഷേ മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആളെന്ന് പറയുന്നത് എന്തായിരിക്കാം, ബിക്കമിങ് എ പർച്ചേസർ ഓഫ് ദാറ്റ് സെയിം പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റൂൾ വെച്ചിട്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് എന്തിനാ യൂസ് ചെയ്യണത്? സച്ച് റൂൾസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊമോഷണൽ പ്രൈസിംഗ് ഓർ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ we find such customers, we can target them for cross selling. Okay. Okay. ഇനി നമുക്ക് നോക്കേണ്ടത് ജനറൽ കേസ് ആണ്. അപ്പൊ നേരത്തെ അസോസിയേഷൻ റൂൾ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഒരു അസോസിയേഷൻ റൂൾ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ റൂളിന്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതില് y എന്ന് പറഞ്ഞാൽ എന്താണ്, y ഈസ് ദ പ്രൊഡക്റ്റ് ദി കസ്റ്റമർ മേ ബൈ. x എന്ന് പറയുന്നതോ, അതായത് ഓൾറെഡി പർച്ചേസ് ചെയ്തുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ ഇനി കസ്റ്റമേഴ്സിനെ ഡിസ്റ്റിങ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം. അതായത് y എന്താണ് x എന്താന്ന് പറഞ്ഞു അല്ലെ? d എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഓഫ് കസ്റ്റമർ ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് ജെൻഡർ, ഏജ്, അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് സോ ഓൺ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ഡിസ്റ്റിങ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് അൽഗോരിതംസ് ആണ്. അതായത് അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യുന്ന അൽഗോരിതംസ്. അപ്പൊ അതില് ഫസ്റ്റ് നോക്കേണ്ടത് അപ്രിയോറി അൽഗോരിതം, പിന്നെ എക്ലറ്റ് അൽഗോരിതം, FP ഗ്രോത്ത് അൽഗോരിതം. FP എന്ന് പറഞ്ഞാല് ഫ്രീക്വൻസി പാറ്റേൺ. ഓക്കെ, അപ്പൊ ഈ അൽഗോരിതംസ് വെച്ചിട്ടാണ് അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതില് കോമൺലി യൂസ് ചെയ്യുന്നത് അപ്രിയോറി അൽഗോരിതംസ് ആണ്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മാർക്കറ്റ് ബേസ്ഡ് അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ആണ്, സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അതാണ് അതിൻ്റെ ഐഡിയ ആണ് TID എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞു, അതായത് അൽഗോരിതംസ് ഉണ്ട്. അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് റൂൾ ചെയ്യണത്, റൂൾ എന്തിനാ ഫൈൻഡ് ചെയ്യണത്? അതായത് റൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പ്രെഡിക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ, ഐറ്റംസ് നോക്കുമ്പോൾ ബ്രെഡ് എന്നുള്ള ഒരു ഐറ്റം, ബ്രെഡ് എന്നുള്ള ഐറ്റം T1 അല്ലേ? അതായത് ഫസ്റ്റ് റോയില് എന്തുണ്ട്, ബ്രെഡ് എന്നുള്ളതുണ്ട് അല്ലേ? പിന്നെ രണ്ടാമത്തെ T2 എന്തുണ്ട്, ബ്രെഡ് വന്നിട്ടുണ്ട്. അതായത് സെയിം ഐറ്റം തന്നെ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയണത്, റൂൾസ് എന്തിനാ യൂസ് ചെയ്യണത്? റൂൾസ് ദാറ്റ് വിൽ പ്രെഡിക്റ്റ് ദി occurrence ഓഫ് an item based on occurrence of other item in the transaction. ഓക്കെ, അപ്പൊ അതായത് പേഴ്സ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രെഡ് മിൽക്ക് എന്നുള്ള ഒരു പെയർ എടുത്തു. അത് T1 ഉണ്ട്. ഓക്കെ, ഇനി അത് എവിടെയൊക്കെ ഉണ്ട്, T2 നോക്കി ബ്രെഡ് മിൽക്ക് ഉണ്ടോ, ഇല്ല. പക്ഷെ ബ്രെഡ് ഉണ്ട്, മിൽക്ക് ഇല്ല. അടുത്തതിൽ എന്താ, മിൽക്ക് ഉണ്ട്, ബ്രെഡ് ഇല്ല. T4 നോക്കൂ, ബ്രെഡ് മിൽക്ക് എന്നുള്ളത് വന്നിട്ടുണ്ട്. അതാണ് പറയുന്നതാണ് predict the occurrence of an item based on occurrence of other items in the transaction. ഓക്കെ, അപ്പൊ ബ്രെഡ് ഐറ്റം എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതെവിടെയൊക്കെ ഉണ്ട്, അതായത് T4 അല്ലേ? T4 അതുപോലെ തന്നെ T5 അപ്പോൾ ബ്രെഡ് മിൽക്ക് എന്നുള്ള ആ ഒരു പെയറിന് എത്ര പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു.
ഓക്കെ, അതുപോലെ ബ്രെഡ്, ഡയപ്പർ, ബീർ. ഇനി അത് T2 ലുണ്ട്. അതുപോലെ തന്നെ പിന്നെ അത് എവിടെയാണ് വരുന്നത്? ബ്രെഡ്, ഡയപ്പർ, ബീർ എന്നുള്ളത് T4 ലുണ്ട്. പിന്നെ വേറെ എവിടെ ഇല്ല. അപ്പൊ അത് എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം വന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനാണ് റൂൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് കുറച്ച് ടേംസ് നമുക്ക് നോക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് സപ്പോർട്ട് കൗണ്ട്. എന്താണ് സപ്പോർട്ട് കൗണ്ട്? ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് എ ഐറ്റം സെറ്റ്. അപ്പോൾ ഐറ്റം സെറ്റ് എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, മിൽക്ക്, ബ്രെഡ്, ഡയപ്പർ. അതെന്ന് പറയുന്നത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഈ ഒരു ഫുൾ ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് സപ്പോർട്ട് കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതായത് ഈ ഒരു ഐറ്റം സെറ്റ് ഉണ്ട്, ഈ ഒരു ഐറ്റം സെറ്റിന്റെ സപ്പോർട്ട് കൗണ്ട് ആണ് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഐറ്റം സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അതായത് ഈ 3 ഐറ്റംസും. ഓക്കെ, then frequent item set. An item set whose support is greater than or equal to minimum support threshold. അതായത് ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു മിനിമം സപ്പോർട്ട് വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത്, ഒരു മിനിമം സപ്പോർട്ട് വാല്യൂ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇനി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു മിനിമം സപ്പോർട്ട് വാല്യൂ ഉണ്ടല്ലോ, അതായത് അതാണ് അതിന്റെ ത്രെഷോൾഡ് എന്ന് പറയുന്നത്, അതിനേക്കാളും കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഐറ്റം സെറ്റ് ആണ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then association rule, an implication expression of the form xy where x and y are any two item set. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക്, ഡയപ്പർ. അടുത്ത എന്താ? ബീർ. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് 2 പ്രോഡക്റ്റ്, അതായത് ഇഫ് ദെൻ കണ്ടീഷൻ, അത് മാത്രം ആലോചിക്കുക, ഇഫ് ദെൻ കണ്ടീഷൻ. ഓക്കെ, ഓക്കെ, ഇനി നോക്കേണ്ടത് റൂൾ ഇവാലുവേഷൻ മെട്രിക്സ്. അപ്പം അതിൽ സപ്പോർട്ട്, ദി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഇൻക്ലൂഡ് ഐറ്റംസ് ഇൻ ദി എക്സ് ആൻഡ് വൈ പാർട്സ് ഓഫ് ദി റൂൾ as a percentage of the total number of transaction. എക്സ് വൈ എന്നുള്ളത് അറിയാലോ അസോസിയേഷൻ റൂൾ എഴുതിയപ്പോൾ. വൈ എന്ന് പറയുന്നത് ദെൻ കണ്ടീഷൻ, അതായത് ഇനി മേടിക്കേണ്ടതാണ്. എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതാണ്. അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. It is a measure of how frequently the collection of items occur together as a percentage of all transactions. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് സപ്പോർട്ട് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ ടോട്ടൽ. അപ്പം അത് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അതായത് ഇതാണ് നേരത്തെ ടേബിൾ ആയിരുന്നത് അല്ലേ. അപ്പോൾ ടേബിളിൽ നമ്മളുടെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് വൈ കണ്ടീഷൻ എന്ന് പറയുന്നത് മിൽക്ക്, ഡയപ്പർ എന്ന് പറയുന്നത് സെറ്റ്. അപ്പോൾ ഇവിടെ ബീർ എന്ന് പറയുന്നതാണ് ദെൻ കണ്ടീഷൻ. മിൽക്ക്, ഡയപ്പർ എന്ന് പറയുന്നത് ഇഫ് ആണ്, ബീർ എന്ന് പറയുന്നത് ദെൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു? അതായത് ഈ അവിടുത്തെ ടോട്ടൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് എന്തായിരുന്നു? എക്സ് പ്ലസ് സിഗ്മ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അതായത് മിൽക്ക്, ഡയപ്പർ, അതുപോലെ തന്നെ ബീർ. അപ്പോൾ മിൽക്ക്, ഡയപ്പർ എന്ന് പറയുന്നത് ഒരു ഐറ്റം സെറ്റ് ആണ്, അതുപോലെ ബീർ എന്ന് പറയുന്നത് എന്താ? വേറെ ഐറ്റം സെറ്റ് ആണ്. അപ്പോൾ സപ്പോർട്ടിൽ ഫുൾ ടോട്ടൽ ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം വന്നു എന്നുള്ളതിന്റെ കൗണ്ട് ആണ് നോക്കേണ്ടത്. അതായത് മിൽക്ക്, ഡയപ്പർ, ബീർ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം വന്നു എന്ന് നോക്കണം. ഓക്കെ, ഫസ്റ്റ് നോക്കുമ്പോൾ എന്താ? ഇവിടെ വന്നിട്ടുണ്ട്, ഈ കേസിൽ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം വന്നു. 2 ഡിവൈഡ് ബൈ പിന്നെന്താ? ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. ഇവിടെ എത്ര ട്രാൻസാക്ഷൻ ഉള്ളത്? 5 ട്രാൻസാക്ഷൻ ആണ് ഉള്ളത്. അപ്പോൾ 2 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 0.4. അതാണ് സപ്പോർട്ടിൽ പറയുന്നത്. അതായത് 2 ഐറ്റം സെറ്റും കൂടി ചേർന്ന് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുള്ള കൗണ്ട് നോക്കുക.
ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് കോൺഫിഡൻസ്. ഇറ്റ് ഈസ് the ratio of the number of transactions that includes all items in B, okay, as well as the number of transactions that includes all items in A. A എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? X ആണ്. B എന്ന് പറയുന്നത് Y ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? X ആണ്. X എന്ന് പറയുമ്പോൾ എന്താ? അതായത് ഓൾറെഡി ബൈ ചെയ്തിട്ടുള്ളത്. B എന്ന് പറയുന്നത് Y ആണ്. അതായത് ഇനി മേടിക്കാൻ പോകുന്നത്. ഓക്കെ, then to the number of transactions that include all items in A. അതായത് A എന്ന് പറയുന്നത് എന്താണ്? Xലുള്ള ഐറ്റംസ് മാത്രമുള്ളത്. നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതാ നേരത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? നമ്മൾ റൂൾ എന്ന് പറയുന്നത് മിൽക്ക് ഡൈപ്പർ ബീർ. അതായത് മിൽക്ക് ഡൈപ്പർ എന്ന് പറയുന്നത് എന്താണ്? A ആണ്. ബീർ എന്ന് പറയുന്നത് B ആണ്. അതായത് എക്സ് വൈ കേസ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് മിൽക്ക് ഡൈപ്പർ, വൈ എന്ന് പറയുന്നത് ബീർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് എക്സ് യൂണിയൻ വൈ ഡിവൈഡ് ബൈ സപ്പോർട്ട് ഓഫ് എക്സ്. അതായത് സപ്പോർട്ട് ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറയുമ്പോൾ രണ്ട് ഐറ്റം സെറ്റും കൂടി ചേർന്നത്. എക്സിൽ എന്താ ഉള്ളത്? മിൽക്ക് ഡൈപ്പർ അല്ലേ? വൈ എന്ന് പറയുന്നത് എന്താണ്? ബീർ. അപ്പൊ അതിലുള്ള എല്ലാ ഐറ്റംസും, അതായത് മിൽക്ക്, ഡൈപ്പർ ആൻഡ് ബീർ, ഈ മൂന്നെണ്ണം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്. അപ്പൊ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു? 2 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഡിവൈഡ് ബൈ സപ്പോർട്ട് ഓഫ് എക്സ്. സപ്പോർട്ട് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് എക്സ് മാത്രം, അതായത് എക്സിലുള്ള ഐറ്റംസ് മാത്രം. എക്സിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മിൽക്കും അതുപോലെ തന്നെ ഡൈപ്പറും. ഇത് രണ്ടും മാത്രം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അതായത് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 0.67. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ലിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദി ലിഫ്റ്റ് ഓഫ് ദി റൂൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ദി കോൺഫിഡൻസ് ഓഫ് ദി റൂൾ ഡിവൈഡഡ് ബൈ ദി എക്സ്പെക്റ്റഡ് കോൺഫിഡൻസ്. അസ്യൂമിങ് ദാറ്റ് items set x and y are independent of each other, then the expected confidence is the confidence divided by the frequency of y. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. അതായത് കോൺഫിഡൻസ് ഡിവൈഡ് ബൈ സപ്പോർട്ട് ഓഫ് y. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, അതായത് ലിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നിയർലി 1 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ആൻഡ് വൈ almost often appear together as expected. ഇനി ഗ്രേറ്റർ ദാൻ 1 ആണ് ചോദിക്കുക. അതായത് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ they appear together more than expected. ലെസ് ദാൻ 1 ആണെങ്കിൽ they appear less than expected. അപ്പോൾ ഗ്രേറ്റർ ലിഫ്റ്റ് വാല്യൂ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് സ്ട്രോങ്ങർ അസോസിയേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് ലിഫ്റ്റിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു 1 ആയിട്ടാണ് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യാം. അപ്പോൾ 1 ഈക്വൽ ടു ദെൻ ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ സപ്പോർട്ട് ഓഫ് മിൽക്ക് ഡൈപ്പർ ബീർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്താണ്? 0.4 ഡിവൈഡ് ബൈ സപ്പോർട്ട് ഓഫ് മിൽക്ക് ഡൈപ്പർ ഇൻറ്റു സപ്പോർട്ട് ഓഫ് ബീർ. അതായത് 0.6 into 0.6 equal to 1.11. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യുന്നത് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നു. അപ്പം അതിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്രിയോറി അൽഗോരിതം ആണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ക്ലാസിക് അൽഗോരിതം ആണ്. ഡാറ്റ മൈനിങ്ങിലാണ് യൂസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അനലൈസിങ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ? ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ആൻഡ് റെലവന്റ് അസോസിയേഷൻ റൂൾസ്. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ഡാറ്റാബേസസ് കണ്ടെയ്നിങ് എ ലോട്ട് ഓഫ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻ മെയ്ഡ് ബൈ കസ്റ്റമേഴ്സ് ഇൻ ഗ്രോസറി ഷോപ്പ്.
ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ഫിഗർ, ടേബിള്. അപ്പോൾ അതിൽ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റമർ മേടിച്ച പ്രൊഡക്ട്സ് അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ നോക്കണം. അതായത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ സെറ്റ് എ മിനിമം സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ്. നമ്മൾ നേരത്തെ സപ്പോർട്ട് പറഞ്ഞില്ലേ, അതായത് ഒരു മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് വാല്യൂ ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ മിനിമം സപ്പോർട്ട് അതുപോലെ തന്നെ കോൺഫിഡൻസ് വാല്യൂ മിനിമം നമ്മൾ സെറ്റ് ചെയ്യാം. ദെൻ ടേക്ക് ഓൾ ദി സബ്സെറ്റ് ഇൻ ട്രാൻസാക്ഷൻ ഹാവിംഗ് സപ്പോർട്ട് ദാൻ മിനിമം സപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ടേക്ക് all the rules of the subset having higher confidence than minimum confidence. First minimum support and confidence സെറ്റ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ അതായത് ട്രാൻസാക്ഷൻ സബ്സെറ്റുകൾ ഉണ്ടല്ലോ, ആ സബ്സെറ്റുകളാണ് പിന്നെ പ്രോസസ്സ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ മിനിമം കോൺഫിഡൻസ് വാല്യൂ ഉണ്ടല്ലോ, അതിന് കൂടുതലുള്ള സബ്സെറ്റുകളെ പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സോർട്ട് ദി റൂൾസ് ബൈ ഡിക്രീസിങ് ലിഫ്റ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നേരത്തെ ഐറ്റംസ് പറഞ്ഞല്ലോ, അപ്പോൾ ഫസ്റ്റ് എന്താ, ഐറ്റം നെയിം ആണ്. ഫ്രീക്വൻസി എന്ന് പറയാൻ എത്ര പ്രാവശ്യം ഓരോ ഐറ്റംസും വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ ബർഗർ 4 എന്ന് പറയുമ്പോൾ അപ്പോൾ 4 ടൈംസ് അത് ആ ഒരു ടേബിള് വന്നിട്ടുണ്ട്. അതാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ്, അതായത് ഇഫ് കണ്ടീഷൻ എന്താ, ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ളത് ദെൻ കണ്ടീഷൻ, അതായത് എക്സ് എന്താ, ബർഗർ, വൈ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 1 എന്താണ്, അതായത് മിനിമം സപ്പോർട്ട് അതുപോലെ തന്നെ കോൺഫിഡൻസ് വാല്യൂ സെറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ എക്സാമിന് തരും നമുക്ക് വാല്യൂ എന്നുള്ളത് ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും. അപ്പം അത് വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് 15% ആണ്. അതായത് ദാറ്റ് മീൻസ് നോ ഐറ്റംസ് ഹാവിംഗ് support less than 15% will be enquired. Then we are left with the following items. അതായത് നേരത്തെ നമ്മൾ ഫ്രീക്വൻസി കൊടുത്തല്ലോ, അപ്പൊ അതിൽ മിനിമം സപ്പോർട്ട് എങ്ങനെയാ കോൺഫിഡൻസ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ റൂൾ എന്താ, ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15%-ന് ലെസ് ദാൻ വരുന്ന കേസുകൾ ഉണ്ടല്ലോ, ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് അതിന് കൂടുതലുള്ളതിന് മാത്രമാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ടേബിൾ ആണ് കിട്ടിയത്. അതായത് 15%-ന് കുറവുള്ളതൊക്കെ പോയി, അതായത് സപ്പോർട്ട് വാല്യൂ കണ്ട് 15%-ന് കുറവുള്ളതൊക്കെ കളഞ്ഞു, ബാക്കിയുള്ള റിമൈനിങ് ആയുള്ള ടേബിൾ ആണ് ഇത്. അപ്പൊ എന്തൊക്കെയുണ്ട്, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് വെജിറ്റബിൾസ്. ദെൻ സ്റ്റെപ്പ് 2, ഇനി എന്താ പറഞ്ഞ, സബ്സെറ്റുകളാണ് ഇനി നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നേരത്തെ ഐറ്റം സെറ്റിന്റെ സബ്സെറ്റുകൾ എന്താ വരിക, ബർഗർ, എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ബർഗർ, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ വെജിറ്റബിൾസ്. ഈ 3 എണ്ണത്തിന്റെ സബ്സെറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഒന്ന് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും, പിന്നെ ബർഗറും വെജിറ്റബിൾസും, പിന്നെ എന്താ ഫ്രഞ്ച് ഫ്രൈസും വെജിറ്റബിൾസും. അങ്ങനെ 3 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് റിപ്പീറ്റ് ആയിട്ട് വരാൻ പാടില്ല. അതായത് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ ബർഗർ വെജിറ്റബിൾ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ, അങ്ങനെ ആക്കാൻ പാടില്ല. അതായത് ഓൾറെഡി ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് വന്നല്ലോ, റിപ്പീറ്റ് ആയിട്ട് ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് 3 സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതാ സബ്സെറ്റ് ഓഫ് ഐറ്റംസ് എന്നുള്ളത് ടേബിളാക്കി റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിന്റെയും കോൺഫിഡൻസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം.
അതും നേരത്തെ നമ്മൾ ഇക്വേഷനിൽ നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്? അതായത് കോൺഫിഡൻസിനും എന്തുണ്ട്, മിനിമം വാല്യൂ ഉണ്ട് അല്ലേ? അപ്പോ we are left with one pair or one rule, and that is burger french fries or burger french fries എന്നുള്ള ഈ ഒരു അസോസിയേഷൻ റൂൾ ഫോം. അതായത് കോൺഫിഡൻസ് വാല്യൂ എന്തായിരുന്നു, 15% ആണ് മിനിമം ആയിരുന്നത്. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്, സപ്പോർട്ട് കണ്ടുപിടിക്കാം. സപ്പോർട്ട് വാല്യൂ നോക്കിയിട്ട് അതിനും കുറവായുള്ള ഐറ്റംസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ കിട്ടി അല്ലേ? ആ ഒരു ടേബിൾ കിട്ടി. അത് എങ്ങനെ, സബ്സെറ്റ് പിന്നെ അതിന്റെ സബ്സെറ്റ് കണ്ടു. ആ ഐറ്റംസ് വെച്ചിട്ട് അതിന്റെ പിന്നെ സബ്സെറ്റ് കണ്ടുപിടിച്ചു. പിന്നെ അതിൽ നിന്ന് പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്, കോൺഫിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിച്ച് വരുമ്പോ കോൺഫിഡൻസിന്റെ മിനിമം വാല്യൂ എന്തായിരുന്നു, എടുത്ത വാല്യൂ എന്ന് പറയുന്നത് 15% ആണ്. അപ്പൊ അതിനും കുറവ് വരുന്നതിനെല്ലാം എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെയാണ് എടുക്കേണ്ടത്. അപ്പൊ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പെയറേ ഉള്ളൂ, അതാണ് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, ദെൻ ഫൈനൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈനൽ നമുക്ക് ലിഫ്റ്റ് അല്ലെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ as we are left with only one rule, we calculate the lift for this rule, and this is approximately 3.7. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക് ആയുള്ള അപ്രിയോറി അൽഗോരിതം വെച്ചിട്ടുള്ള അസോസിയേഷൻ റൂൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം അപ്രിയോറി അൽഗോരിതം വെച്ചിട്ട് എന്താണ് ഡാറ്റ മൈനിങ്ങിൽ, അതായത് അതിൽ കൂടുതൽ ഐറ്റം സെറ്റ് വെച്ചുള്ളത് പ്രോബ്ലംസ്, വലിയ പ്രോബ്ലംസ് ഉണ്ട് ശരിക്കും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. അത് നമുക്ക് ഇതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്തത് ഉണ്ടല്ലോ, അപ്പം നമുക്ക് സുഖമാണ്. അപ്പം അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത്, ചെറിയൊരു പ്രോബ്ലം ആണ് അത് നമ്മൾ അറിയണ കാരണം കൊണ്ട് ഇത് എളുപ്പമായിരിക്കും. പക്ഷേ ശരിക്കും അപ്രിയോറി അൽഗോരിതം വെച്ചുള്ള പ്രോബ്ലം കുറച്ച് വലിയ പ്രോബ്ലം ആണ്. അത് നമ്മളിങ്ങനെ നോക്കില്ല. അത് നമുക്ക് മുന്നേ ഫസ്റ്റത്തെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ സ്ലൈഡ് പ്രസന്റേഷൻ ആയിരിക്കില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്രിയോറി അൽഗോരിതം അത് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ പറയാൻ പറ്റില്ല, നമുക്ക് ചോദിച്ചാലോ, അപ്പൊ നമുക്ക് അത് പഠിക്കാം, അത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക് ആണുള്ളത്, പക്ഷെ എന്നാൽ നമുക്ക് ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്രിയോറി അൽഗോരിതത്തിന്റെ വലിയൊരു എക്സാമ്പിൾ ആയിട്ടാവും നമ്മൾ ഇനി വരാൻ പോകുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ മാറ്റങ്ങൾ വരുത്തുന്നത് കമന്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോബ്ലംസ്, രണ്ടാമത്തെ പ്രോബ്ലംസ് മുന്നത്തെ നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തുള്ളതുകൊണ്ടാണ് പിന്നെ വീണ്ടും അത് പറയാനത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.